ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഒരു കൊലപാതകം ചെയ്തു എന്ന് ആരോപിക്കപ്പെടുന്ന ജീവൻ കൊലപാതകം നടന്ന കാലയളവിൽ ഒരു രോഗിയാണ്. ട്രീറ്റ്മെന്റിലിരിക്കുന്ന ഒരു മാനസിക രോഗി. പിന്നെ അച്ഛനെയും നിത്യയും കാണും പോലെ അവിടെ വീണയും പിന്നെ അവിടുത്തെ അച്ഛനെയും കാണണം കേട്ടാ. അച്ഛന്റെ സ്ഥാനത്ത് എനിക്ക് വേറെ ആരുമില്ല പൂപ്പ, ഹരിയച്ഛൻ മാത്രമേ ഉള്ളൂ. ദൈവമേ, ഈ കുഞ്ഞിന്റെ കണ്ണീര് പോലും എനിക്ക് തുളയ്ക്കാനുള്ള ശേഷിയില്ലല്ലോ. അപ്പൂപ്പൻ കരയുണ്ടാട്ടോ. അച്ഛനും നിത്യാമ്മയും വരുമ്പോ മോള് കരഞ്ഞൊന്ന് പറയും വേണ്ട. ഇല്ല ഇല്ല മോളെ, എനിക്കിനി അങ്ങോട്ടേക്കൊക്കെ വരാൻ പറ്റോ അപ്പൂപ്പ? അവിടെ വന്ന ഒരു ദിവസം നിക്കാൻ പറ്റോ? എടാ ഞാനേ മോനെ, ഞാൻ അങ്ങോട്ട് വരാൻ കേട്ടാ. മോളുടെ അമ്മ ചിലപ്പോ അപ്പൂപ്പനെ നാണം കെടുത്തുമായിരിക്കും. അത് സാരമില്ല, എന്റെ മക്കൾക്ക് വേണ്ടിട്ടല്ലേ. അപ്പൂപ്പൻ വന്ന് അവരുടെ കാല് പിടിച്ചിട്ടാണല്ലേ ശരി, 1-2 ദിവസം ഇവിടെ നിൽക്കാൻ വേണ്ടി മോളെ കൊണ്ട് കൊണ്ടുവരാൻ കേട്ടാ. ഉറപ്പല്ലേ? ആ നോക്കട്ടെ, അച്ഛൻ വന്നിട്ടേ അപ്പൂപ്പൻ അച്ഛനോടൊന്ന് സംസാരിക്കട്ടെ കേട്ടാ. എന്നാ ഞാൻ ഫോൺ വെച്ചോട്ടെ അപ്പൂപ്പ? ആ മോള് വെച്ചോ. ശരി അപ്പൂപ്പ. ദൈവമേ, 1-2 ദിവസം ഇവിടെ നിൽക്കണം എന്നുള്ളത് കുഞ്ഞിന്റെ ആഗ്രഹമാണ്. അല്ലെങ്കിൽ ഒന്ന് സഹായിച്ചു തരണേ. ഈ കുഞ്ഞു പ്രായത്തിലും നിത്യയ്ക്കായിരിക്കും വേണ്ടി ആ കുഞ്ഞ് കരയാതിരിക്കാന്ന് പറഞ്ഞത് ദൈവമേ ഒന്ന് ഓർത്തോളണേ. പ്രൊസീഡ് യുവർ ഓണർ. കഴിഞ്ഞ ദിവസത്തെ വിചാരണയിൽ ബഹുമാനപ്പെട്ട എതിർവിഭാഗം അഡ്വക്കേറ്റ് ശ്രമിച്ചുകൊണ്ടിരുന്നത് ജീവൻ ഒരു മാനസിക രോഗിയാണെന്ന് വരുത്തി തീർക്കാനാ. അതിശക്തമായ അന്വേഷണം നടത്തി കുറ്റവാളിയെ കണ്ടെത്തിയ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ തന്നെ ചോദ്യം ചെയ്യുന്ന നിലപാടാണത്. പ്രതി മാനസിക സ്ഥിരതയില്ലാത്ത ആളാണെന്ന് വരുത്തി തീർക്കാവുന്ന ഇത്തരം ശ്രമങ്ങള് ചെറുക്കപ്പെടേണ്ടത് തന്നെയാണ്. ഒബ്ജക്ഷൻ യുവർ ഓണർ. ജീവന്റെ മാനസിക നില ഇവിടെ പ്രധാനം തന്നെയാണ്. അത് ബഹുമാനപ്പെട്ട PP അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ജീവന്റെ മാനസിക നില എന്താണെന്ന് കോടതിക്ക് വ്യക്തമായി ബോധ്യപ്പെടാൻ ജീവൻ കിടന്ന സബ് ജയിലിലെ ജയിൽ സൂപ്രണ്ടിനെ വിസ്തരിക്കാൻ ബഹുമാനപ്പെട്ട കോടതി അനുവദിക്കണം. പ്രൊസീഡ്. കാർത്തികേയൻ, വിചാരണ തടവുകാരനായി കോടതിയിൽ കിടന്ന ജീവൻ യഥാർത്ഥ മാനസികാവസ്ഥയുള്ള ഒരാളായിരുന്നോ? അയാളുടെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും വ്യത്യാസം എപ്പോഴെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ഉണ്ട്. എന്താണത്? ജയിലിലെത്തിയ ദിവസം മുതൽ അയാൾ വളരെ അസ്വസ്ഥനായിരുന്നു. പലപ്പോഴും അയാൾ തനിച്ചിരുന്ന് സംസാരിക്കാറുണ്ടായിരുന്നു. പതുക്കെയല്ല, വളരെ ഉറക്കെ.
സ്ഥലകാലബോധം നഷ്ടപ്പെട്ടതുപോലെ പലപ്പോഴും അയാളുടെ പെരുമാറ്റം. കഴിഞ്ഞ ദിവസം അയാളുടെ സെല്ലിൽ നിന്നും അയാൾ ആരോട് സംസാരിക്കുന്നത് കേട്ടു. അയാൾ ജയിലിൽ ചാടുന്നതിനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഞാനും മറ്റു ഉദ്യോഗസ്ഥരൊക്കെ അവിടെ ചെല്ലുമ്പോ അയാൾ ചുവരനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ജയിൽ സൂപ്രണ്ടായ എന്നെ ഏറ്റവും അടുത്ത ബന്ധു എന്ന നിലയ്ക്കൊക്കെയാണ് എന്നെ കാണുന്നത്. പോലീസുകാരെ സഹതടവുകാരായിട്ടും. ഇത് ഞാൻ മാത്രമല്ല, മറ്റു ഉദ്യോഗസ്ഥരും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒബ്ജക്ഷൻ യുവർ ഓണർ. പ്രൊസീഡ്. ജയിലിലടയ്ക്കപ്പെട്ട തടവുകാര് പല രീതിയിൽ പ്രതികരിക്കാറില്ലേ? ചിലര് ജയിലിൽ തന്നെ ആത്മഹത്യക്ക് ശ്രമിക്കുന്നുണ്ട്, ചിലർ നിരാഹാരം കിടക്കുന്നുണ്ട്, ചിലര് മറ്റു പ്രതികളെ ആക്രമിക്കുന്നുണ്ട്. ശരിയല്ലേ? ശരിയാണ്. പക്ഷേ ജീവൻ സ്വയം സംസാരിച്ചതും അയാൾ പോലീസുകാരെ തടവുകാരായി കണ്ടതും മറ്റും മാനസിക നില തെറ്റിയതുകൊണ്ടാണെന്ന് നിങ്ങൾ എങ്ങനെ പറയും? അയാൾ മാനസിക നില തെറ്റിയവനാണെന്ന് ഞാൻ പറഞ്ഞില്ല. ജയിലിലെ സംഭവങ്ങൾ ചോദിക്കുമ്പോ ഞാനത് റിപ്പോർട്ട് ചെയ്തതന്നേ ഉള്ളൂ. നോ, നിങ്ങൾ ബോധപൂർവം അയാളെ രക്ഷിക്കാൻ ശ്രമിക്കുക. കോടതി മുറിയിൽ അയാൾ ഒരു മാനസിക രോഗിയാണെന്ന് വരുത്തി തീർത്ത് അയാളുടെ പേരിലുള്ള കുറ്റമില്ലാതാക്കി തീർക്കുന്നത് ഒരു ജയിൽ സൂപ്രണ്ടായ നിങ്ങൾക്ക് ചേർന്നതാണോ? ഒബ്ജക്ഷൻ യുവർ ഓണർ. പ്രൊസീഡ്. ജയിൽ സൂപ്രണ്ട് ഇവിടെ പറഞ്ഞത് അദ്ദേഹം കണ്ട കാര്യങ്ങളാണ്. അത് വെച്ച് ജീവൻ ഒരു മാനസിക രോഗിയാണെന്ന നിഗമനത്തിൽ എത്തിച്ചേർന്നിട്ടില്ല എന്നും പറഞ്ഞു. ഇക്കാലം അത്രയും തന്റെ സേവനങ്ങളുടെ പേരിൽ അറിയപ്പെട്ടിരുന്ന ഒരു ജയിൽ സൂപ്രണ്ടിനെ ഒറ്റ നിമിഷം കൊണ്ട് പ്രതിയെ രക്ഷപ്പെടുത്താനുള്ള ആരോപണം ഉന്നയിക്കുന്നത് അദ്ദേഹത്തിനും അദ്ദേഹം വഹിക്കുന്ന പദവിക്കും നാണക്കേടാണ്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട പബ്ലിക് പ്രോസിക്യൂട്ടറെ അതിൽ നിന്നും വിലക്കണം. സാക്ഷി അദ്ദേഹം കണ്ടത് പറഞ്ഞു. ജയിൽ അദ്ദേഹത്തിന്റെ അധികാരത്തെ കോടതി ബഹുമാനിക്കുന്നു. യുവർ ഓണർ, പി അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ജീവന്റെ മാനസിക നില നേരായ രീതിയിലല്ലായിരുന്നു എന്ന് ഇതുവരെ കിട്ടിയ എല്ലാ മൊഴികളിൽ നിന്നും വ്യക്തമാണ്. അതായത് ഒരു കൊലപാതകം ചെയ്തു എന്ന് ആരോപിക്കപ്പെടുന്ന ജീവൻ കൊലപാതകം നടന്ന കാലയളവിൽ ഒരു രോഗിയാണ്. ട്രീറ്റ്മെന്റിലിരിക്കുന്ന ഒരു മാനസിക രോഗി.